സ്ക്രാപ്പ് ബുക്ക് ജേർണലിങ് തുടങ്ങിയപ്പോൾ ഓരോ പേജസും ഭയങ്കര ഡിഫറെൻ്റ് ആക്കണമെന്ന് വിചാരിച്ചിരുന്നു. പാറ്റേൺസും ഡ്രോയിങ്സും ചില ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ബുക്ക് റിവ്യൂ ഒക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അപ്പോഴാണ് ചില റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് ഡ്രോ ചെയ്യണ ചില വീഡിയോസ് കണ്ടത്. ആക്ച്വലി ഭയങ്കര സൂത്തിങ് ആയിരുന്നു കാണാൻ തന്നെ. അപ്പോൾ അതിലങ്ങോട്ട് ഇൻസ്പയർഡായി ആദ്യമായിട്ട് ഒരു പാറ്റേൺ അങ്ങോട്ട് ചെറിയൊരു സിമ്പിൾ പാറ്റേൺ ആയിരുന്നു. ഒരു 5 മിനിറ്റ്സിൽ ആക്ച്വലി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര കുറച്ച് സമയം കൊണ്ടൊരു പേജ് അങ്ങോട്ട് ഫില്ലായി. അപ്പോൾ അവിടെ നിർത്താൻ തോന്നിയില്ല, പിന്നെയും വരച്ചു. ഇൻസ്പിറേഷനൊക്കെ ഏകദേശം നമ്മളെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് സെർച്ച് ചെയ്യണമെന്ന് അറിയണില്ല. അപ്പോൾ ഡൂഡിൽ ആർട്ടെന്ന് സെർച്ച് ചെയ്താലും സ്കെച്ച് ബുക്ക് ഇൻസ്പോ എന്നൊക്കെ സെർച്ച് ചെയ്താലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുക. എന്നാലും ഒരു ക്യൂരിയോസിറ്റി, ശരിക്കും ഈ കൈൻഡ് ഓഫ് പാറ്റേൺസിന് ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്തെങ്കിലും പേരുണ്ടാവുമെന്ന്. സെൻ ഡൂഡിൽസ്, അതിനും അങ്ങനെ ഒരു പേരുണ്ട്. സെൻ ഡൂഡിൽ ആർട്ട് എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, മൻസിൽ സേ ജ്യാദ സഫർ ഖൂബ്സൂരത് ഹൈ. അതായത് ശരിക്കും ഈ ഫൈനൽ റിസൾട്ടിലേക്ക് ഉള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ സോങ്സ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ശരിക്കും നിങ്ങൾക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്യാനോ ഭയങ്കര കാം ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സെൻ ഡൂഡിൽസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ആവുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ജസ്റ്റ് ട്രൈ വൺസ്, പിന്നൊരു തിരിച്ചു പോക്കില്ലേ കുട്ടിയെ, അതങ്ങനെയാണ്.